നല്ല രീതിയിൽ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേന് ആദ്യത്തെ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ സത്യമായിട്ട് പറയാം, ഈ ബസ്സിലൊക്കെ കയറുമ്പം സോപ്പും ചീപ്പും കണ്ണാടിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ പോകുന്ന പോലെ ഞാൻ എൻ്റെ പഠിത്തമോ എൻ്റെ ജോലിയോ ഒന്നും ഞാൻ നോക്കിയില്ല. ഇവരുടെ ഈ എപ്പോഴും എന്നെ ഇവർ രണ്ടുപേരുമാണ്, രാജേഷ് സാറ്, നമ്മുടെ ഗീവർഗീസ് സാറ്, പിന്നെ വിനീത് സാർ, ഇവരെപ്പോഴും എന്നെ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. മാഡം നല്ല രീതിയിൽ ചെയ്യുക, അതിന് ചെയ്യാനുള്ള ഇതുണ്ട്, കഴിവുണ്ട് എന്നൊക്കെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ എങ്കിലും ആണെങ്കിൽ ഇതിൻ്റെ പ്ലാൻ അറിയത്തില്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഉൾവലിഞ്ഞുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ ചിന്തിക്കടക്കാരൻ ചെയ്യുന്ന പോലെ തന്നെ ബസ്സിലൊക്കെ കയറിയിട്ട് സോപ്പും ചീപ്പും പറഞ്ഞ പോലെ തന്നെ ഞാൻ തന്നെ ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കി. ഒന്നും അറിയത്തില്ല ബിസിനസ്സിൻ്റെന്ന്. എന്നിട്ട് ഞാൻ എടുത്തു ആണെങ്കിൽ ഒരു ഡിഷ് വാഷ്, ഒരു ടോയ്ലറ്റ് ക്ലീനറ്, ഒരു ഫ്ലോർ ക്ലീനറ്, അതുപോലെ 2 കുളി സോപ്പ്, ഒരു കോക്കനട്ട് ഷാമ്പു, പിന്നെ ഒരു ഹെർബൽ പേസ്റ്റ്. ഇത്ര സാധനം എടുത്തിട്ട് വേറെ ഒന്നും പറയാൻ ഒരു മാർഗ്ഗമില്ലാത്തതുകൊണ്ട് ഇവരെനിക്ക് രക്ഷപ്പെടേണ്ട ഈ സാധനം എല്ലാം വിറ്റഴിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ എൻ്റെ പൈസ പോകുകയില്ല, ഇവർക്ക് പൈസയും കൊടുക്കണം, എനിക്ക് എൻ്റെ കാശും നഷ്ടപ്പെടല്ലേ, ഇവർക്ക് മാന്യമായിട്ട് ഇവരെനിക്ക് ഇടപെടുകയും ചെയ്യണം, പ്രോഡക്റ്റും വിൽക്കണം. ഇത് ബിസിനസ് മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ സംഭവം ഒന്നും അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് എന്നെ എടുത്തു ഇതുപോലെ ഒരു കവറിനകത്താക്കി ഇത്രയും സാധനങ്ങൾ. എന്നിട്ട് ഞാൻ എന്നൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ള കുറേ ആൾക്കാരോട്, നല്ല മാന്യമായിട്ടുള്ള വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാർക്ക് ഇത് പറയാൻ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതെൻ്റെ ഒരു ജീവിതമാർഗ്ഗമാണ്. അതായത് ഞാനൊരു ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ എന്നാലും ഒരു അധിക വരുമാനം ആവശ്യമാണ്. എനിക്കിപ്പോൾ ഒത്തിരി ആവശ്യങ്ങളുണ്ട്, പിള്ളേരെ പഠിപ്പിക്കേണ്ടതുണ്ട്, പിന്നെ ഹസ്ബൻഡ് കൊണ്ടിരുന്നതുകൊണ്ടും എല്ലാ കാര്യവും നടക്കത്തില്ല, എൻ്റെ ജോലിയും കൂടെ നടക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവരെ അങ്ങ് പിടിച്ചേൽപ്പിച്ച് കവറങ്ങ് പിടിച്ചേൽപ്പിക്കുമോ. കവർ പിടിച്ചേൽപ്പിച്ചോ നമ്മുടെ മനമല്ലേ ആണെങ്കിൽ അന്നേരം ഇത് എന്നേലും ഉപകാരമുള്ളതായിരിക്കുന്നതുകൊണ്ട് ഇവരെന്നെ എടുക്കും. ഈ സാധനം മേടിച്ചുകൊണ്ട് പോയിട്ട് എനിക്ക് പൈസ തരും. അതായത് കുറഞ്ഞൊരു 500-550 രൂപ കിട്ടും. 10 പേരുടെ നിന്ന് കിട്ടി കഴിയുമ്പോൾ ഒരു 5500 രൂപ വരും. അന്നേരം സമാധാനം, ഈ ഒരു ഐഡിക്കുള്ള കാശായി. അതായത് സാറന്മാർക്ക് സന്തോഷം. മനോമാടം ബിസിനസ് പഠിച്ചെന്നാണ് ഓർത്തിരിക്കുന്നത് സാറന്മാർ, പക്ഷെ നമ്മളൊന്നുമല്ല. അങ്ങനെ ഇരുന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തു. പിന്നെ എനിക്ക് കുറേ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കുറേ മീറ്റിങ്ങുകൾ, നമ്മൾ ആ നൈറ്റിലത്തെ 9 മണി തൊട്ട് 10 മണി വരെയുള്ള സൂം മീറ്റിംഗ് പങ്കെടുക്കുമ്പോൾ നമുക്ക് പ്രോഡക്റ്റിനെ കുറിച്ച് നല്ലവണ്ണം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഓരോരുത്തരുടെ നല്ല നല്ല അനുഭവങ്ങൾ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേന് ഇതെങ്ങനെയാണ് G35 ഉൽപ്പന്നങ്ങൾ, അതായത് മൈ ഹോം ഉൽപ്പന്നങ്ങൾ നമുക്ക് വളരെ കുറഞ്ഞ ബിസിനസ് വോളിയമാണ് തരുന്നതെന്ന് മനസ്സിലാക്കി. അത് കഴിഞ്ഞ് G75 ഉൽപ്പന്നങ്ങൾ, അതായത് നമ്മുടെ ആയുഷ് മന്ത്രാലയത്തിൻ്റെ അംഗീകാരമുള്ള മുദ്രയുള്ള പ്രോഡക്റ്റുകളെല്ലാം G75 ഉൽപ്പന്നങ്ങളാണെന്ന് മനസ്സിലാക്കി. അത് കൊടുത്താലേ പെട്ടെന്ന് ബിസിനസ് കയറി വരാൻ പറ്റുള്ളൂ. അതായത് 95, കവചപ്രാശ്, പിന്നെ ഹെർബൽ പേസ്റ്റ്, ഇങ്ങനെയുള്ള അറിയാമല്ലോ അതല്ലോ. അങ്ങനത്തെ എല്ലാ പ്രോഡക്റ്റുകളും കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഞാൻ G75 ഉൽപ്പന്നങ്ങളുടെ ഒരു റീറ്റെയിലർ തന്നെ ആയിട്ട് തീർന്നിരിക്കുകയാണ്. അതായത് ഒരനുഭവം, ഒരു പേസ്റ്റ് കൊടുത്തിട്ട്, ഒരു ചാമ്പിത്തൈലം കൊടുത്തിട്ട്, ഒരു കവചപ്രാശ് കൊടുത്തിട്ട് അവരോട് പിന്നെ ചോദിക്കും എങ്ങനെയുണ്ട്, ഇത് നല്ല ഉൽപ്പന്നമാണെങ്കിൽ നിങ്ങൾ അടുത്ത ആളിന് റെക്കമെൻഡ് ചെയ്യണം. അതുപോലെ ഇതെങ്ങനെയുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറിയോ, നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറിയോ എന്ന് ചോദിക്കുമ്പോൾ അവർ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് കഴിയുമ്പോഴത്തേന് അവരോട് അവരന്നേരം അടുത്ത കാര്യം, ഇന്ന കാര്യത്തിന് എന്നാണ് ഉപയോഗിക്കേണ്ടത്, ശ്വാസം മുട്ടലാണ് അതിന് എന്തൊക്കെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെറിയ കാലുവേദന തൊട്ട് ക്യാൻസർ വരെയുള്ള ആൾക്കാരുടെ ഇരിക്കുന്ന ഡോക്ടറിൻ്റെ കൂട്ടാണ് ഞാൻ ഇടപെടുന്നത്. അതായത് അതെനിക്ക് വളരെ സന്തോഷമാണ്. കാര്യം എൻ്റെ MBBS പഠിച്ചില്ലെങ്കിൽ ഒരു പക്കാ ഡോക്ടറായിട്ട് ഷൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് മൈ ലൈഫ് സ്റ്റൈലിലെ ഡോക്ടർ. അതായത് അങ്ങനെ ഓരോരുത്തരോട് പറയുമ്പോൾ ഇപ്പോൾ എനിക്കെല്ലാം G75 ഉൽപ്പന്നങ്ങൾ പോകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. അതുപോലെ നമ്മുടെ ഓരോരോ മീറ്റിങ്ങുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ റീറ്റെയിൽ ചെയ്യുക, നമ്മൾ പൊസിഷനിലേക്ക് ആവുകയും ചെയ്യുമ്പം നമ്മൾ ആരാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അവർക്ക് അറിയില്ല. നമ്മൾ നല്ല രീതിയിൽ നമ്മളെ ഇമ്പ്രൂവ് ചെയ്ത് വരാനുള്ള എല്ലാ ഹെൽപ്പും നമ്മുടെ എല്ലാ ലീഡേഴ്സും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ രാജേഷ് സാറ്, ഗീവർഗീസ് സാറ്, പിന്നെ നമ്മുടെ വിനീത് സാറ്, പിന്നെ നമ്മുടെ ഒരു NDC രാജേഷ് കൃഷ്ണൻകുട്ടി സാറ്, പിന്നെ അനൂപ് സാറ്, അനീഷ് സാറ്, എല്ലാവരും നല്ല ഹെൽപ്പാണ് നമുക്ക് ചെയ്യുന്നത്. അത് എല്ലാവർക്കും അതേ അനുഭവങ്ങൾ തന്നെ ഉണ്ടാകും. നമ്മൾ ആദ്യമാകുമ്പോഴാണ് നമുക്കിതൊന്നും അറിയത്തില്ല വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി മുന്നോട്ട് ഒരിക്കലും
ആരും പിന്തിരിഞ്ഞു പോകരുത്. അല്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം ഈ ഒരു അവസ്ഥയിലേക്ക് മക്കളൊക്കെ ആണെങ്കിൽ പഠിച്ച് വലുതാകുന്നു. നമ്മൾ ഓരോ വർഷം കഴിയുമ്പോഴും നമുക്ക് ഓരോ വയസ്സ് കൂടിയാണ് വരുന്നത്. എന്നും നമ്മൾ ചെറുപ്പമായിട്ടിരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഓരോ വയസ്സ് കൂടി ചെല്ലുമ്പോഴും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ കോളേജിൽ പഠിച്ച അതേ അനുഭവങ്ങൾ അന്നൊക്കെ ആണെങ്കിൽ ഒരു പേടിയാണ് ആരോടെങ്കിലും മിണ്ടാനോ എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു ചമ്മലുള്ള ഒരു ടൈമായിരുന്നു. ഇപ്പോൾ ആ ടൈം എന്നെങ്കിൽ കോളേജിലെ അനുഭവങ്ങൾ പോലെ തന്നെയുള്ള അനുഭവങ്ങളാണ് നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോഴും നമ്മുടെ ഈ ബിസിനസ്സിലെല്ലാം. എനിക്ക് അതേ പ്രായമാണ് എനിക്കിന്നെന്നാണ് എൻ്റെ ഒരു മനസ്സിലത്തെ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ. അതായത് എനിക്ക് അങ്ങനെ തോന്നലേ ഇല്ല സത്യം പറയാം. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ മമ്മൂട്ടിയുടെ കാര്യം പറഞ്ഞ പോലെ ഇനിയാണെങ്കിൽ ഒരിക്കലും പ്രായമാകല്ലേ എന്നാണ്. അതായത് ഇനി കുറേ വർഷങ്ങളൂടെ നമ്മൾ ചെറുപ്പമായിട്ടിരുന്നല്ലോ നമുക്ക് ബിസിനസ് ചെയ്ത് കുറേ പോകാൻ. അതുകൊണ്ട് സാറ് വിഷമിക്കേണ്ട. നമ്മുടെ ഈ അവസരത്തിൽ നമ്മുടെ ജോർജ് മാധവ് സാറ് വിഷമിക്കുന്നുണ്ടായിരിക്കും ഞാനിതൊക്കെ പറയുമ്പോൾ. സാറ് ഞങ്ങളുടെ ബിസിനസ്സിലേക്ക് വന്ന ഒരു ഭയങ്കര അത്ഭുതമാണ്. സാറ് ജോലി നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ നമ്മുടെ രാജേഷ് സാറുമായിട്ട് ജോലിയില്ല എന്ന് പറഞ്ഞ് നടന്ന ആ സാർ ഇപ്പം ഞങ്ങളുടെ ബിസിനസ്സിലെ കുമ്മിണി ടീമിൽ വളരെ ഷൈൻ ചെയ്യുന്ന ഒരു ഞങ്ങളുടെ മാന്യ ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ ജോർജ് മാധവ് സാറ്. സാറിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഞാൻ കണ്ട കാലം തൊട്ട് കുറേ വർഷങ്ങളായി നല്ല പക്കാ ഡീസൻ്റായിട്ട് ഇടപെടുന്ന ഒരു നല്ല വ്യക്തിത്വമാണ്. എങ്കിൽ ഈ ബിസിനസ് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ബിസിനസ് മൈൻഡിലേക്കുള്ളൊരു വ്യക്തിത്വമായി തീർന്നിരിക്കുകയാണ്. ഇപ്പോൾ ആണെങ്കിൽ നിങ്ങൾ ചെറുപ്പമാണെങ്കിൽ അതിനെക്കാട്ടി മുന്നിൽ ചെറുപ്പമായിട്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സാറിരിക്കുന്നത്. സാറിന് എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു. അതുപോലെ ഓരോ വ്യക്തികളെ അവനെ നമ്മുടെ ജയമാടം സങ്കടപ്പെട്ടു. ഒന്നും സങ്കടപ്പെടാനുള്ളൊരു കാര്യമല്ല, സന്തോഷിക്കാനുള്ളൊരു ബിസിനസ്സാണ് നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റ്. അതിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ സന്തോഷം എന്നാന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസം വേണ്ട, സൗന്ദര്യം വേണ്ട, ഇൻസാർട്ട് ചെയ്തൊന്നും പോകണ്ട, അല്ലെങ്കിൽ നല്ല ഞുറിഞ്ഞു വിളിച്ച സാരി ഉടുത്തൊണ്ടൊന്നും പോകണ്ട. നമ്മൾ ഏറ്റവും മാന്യമായിട്ട് സത്യസന്ധമായിട്ട് നമ്മുടെ നാക്കും നമ്മുടെ ശരീരത്തിന് ആരോഗ്യമുണ്ടോ നമുക്ക് ഈ ബിസിനസ് മുന്നേറാൻ 100% സഹായിക്കുന്ന ഒരു ബിസിനസ്സാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. അതിന് നമ്മുടെ ഈ ദീപങ്ങളെ എല്ലാവരെയും എനിക്ക് ദൈവം സമൃദ്ധമായി അനുകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരും സങ്കടപ്പെടേണ്ട. പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാത്രമേ ഈ ബിസിനസ് മുന്നേറാൻ പറ്റുള്ളൂ. അതിന് ചെയ്യേണ്ട നിങ്ങളുടെ ആർക്കെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട ഒരു കാര്യം ബിസിനസ് പ്ലാൻ പഠിക്കുക. അതായത് ബിസിനസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ കാണുമ്പോൾ ഈ സാധനങ്ങൾ ഞാൻ കൊണ്ട് സോപ്പ് ജീപ്പെന്ന് ഞാൻ കൊടുത്ത പോലെ അല്ല ബിസിനസ് പ്ലാന്. ആദ്യമായിട്ട് ചെയ്യുമ്പം അവരോട് ഇത് ഇന്ന കമ്പനിയുടെ ഏതാണ്, അത് ഇതിൻ്റെ പ്രത്യേകത എന്നതാണ്, ഇത് നമുക്ക് നേട്ടം ഉണ്ടാക്കുന്നതിന് നമുക്ക് ആരോഗ്യത്തിനുള്ള നേട്ടം മാത്രമല്ല, നമുക്ക് ഹെൽത്ത് ഉണ്ടാക്കി തരുന്നു, ജോലിയില്ലാത്തവർക്ക് ഏത് വീട്ടമ്മ തൊട്ട് എല്ലാവർക്കും ജോലി ചെയ്യാനുള്ളൊരു സാഹചര്യം ഒരുക്കി തരുന്നു, അവന് വരുമാനം റീറ്റെയിലിൻ്റെ വരുമാനം കിട്ടുന്നു. അതുപോലെ തന്നെ നമുക്ക് അടുത്ത ആൾക്കാരെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുമ്പം നമുക്ക് ഇൻസെൻറ്റീവ് കമ്പനി ബാങ്ക് വഴി ഇൻസെൻറ്റീവ് തരുന്നു. അവന് നമ്മുടെ ടേൺ ഓവർ കൂടുമ്പോൾ അതിന് 10,000 രൂപയ്ക്ക് 1,200 രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്നു. പിന്നെ കുറേ നല്ല ആൾക്കാരുമായിട്ട് നമ്മുടെ ദുഃഖങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പങ്കുവെക്കാനും നല്ല ആത്മാർത്ഥമായിട്ട് ഇടപെടുന്നവർ പങ്കുവെക്കുവാനും അതുപോലെ നമ്മുടെ മനസ്സൊന്ന് റിലാക്സ് ആകുവാനും ഒക്കെ സഹായിക്കുന്ന ഒരു ബിസിനസ്സാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിങ്ങിൻ്റെ നമ്മൾ ഈ ചെയ്യുന്ന ബിസിനസ്. അതുപോലെ തന്നെയാണെങ്കിൽ അത് എങ്ങനെ പറഞ്ഞു വേണം ആദ്യം ഈ സാധനങ്ങളൊക്കെ ചുമ്മാ കേൾപ്പിച്ചിട്ട് പിന്നെ അവരെ ബിസിനസ് പഠിപ്പിക്കുക. പല വ്യക്തികളോടും ബിസിനസ് പഠിപ്പിക്കുക. ഇന്നലത്തെ തന്നെ ഒരു അനുഭവം ഞാൻ പറയാം. ഭയങ്കര സന്തോഷം. അതായത് നമ്മുടെ NTC